കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവത്തിൽ കണ്ടെത്താനുള്ള 39 ലക്ഷം രൂപ കണ്ടെത്തി. പ്രതി ഷിബിൻ ലാലുമായി നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെത്തിയത്. 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിലായിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, ഒടുവിൽ 39 ലക്ഷം രൂപ കണ്ടെത്തിയിരിക്കുകയാണ്, അതും കുഴിച്ചിട്ട നിലയിൽ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? പോലീസിനെ ഏറെ കുഴക്കിയ ഒരു കേസായിരുന്നു ഇത്. കാരണം കഴിഞ്ഞ ജൂൺ 11 ഈ ഒരു കവർച്ച നടന്നത്. അതിനുശേഷം ഈ പണം എവിടെ പോയി എന്നത് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ മുഖ്യപ്രതിയായ ഷിബിൻ ലാലിനെ അടക്കം പോലീസ് പിടികൂടിയിരുന്നു. 3 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. മുഖ്യപ്രതി ഷിബിൻ ലാലാണ്. അന്ന് ഷിബിൻ ലാലിൽ നിന്നും ഏകദേശം 55,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള 39 ലക്ഷത്തോളം രൂപ, ഏകദേശം 40 ലക്ഷത്തിനടുത്താണ് അന്ന് നഷ്ടമായിരുന്നത്. ജീവനക്കാരിൽ നിന്നും കവർച്ച നടത്തിയത് ഏകദേശം 40 ലക്ഷം രൂപയാണ്. പക്ഷെ ബാക്കിയുള്ള തുക പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പലതവണ ഷിബിൻ ലാലിനെ ചോദ്യം ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ പണം എവിടെ എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇത് 3-ാം തവണ ചോദ്യം ചെയ്തപ്പോഴാണ് ചെറിയ ചില സൂചനകൾ പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഷിബിൻ ലാലുമായി പോലീസ് പന്തീരങ്കാവിലുള്ള അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിയത്. അതായത് ഒരു പറമ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് പോലീസിന് ഈ പണം കണ്ടെത്താൻ കഴിഞ്ഞത്. ഏകദേശം 39 ലക്ഷം രൂപ അത് അതേ തട്ടിയെടുത്ത അതേ ബാഗിൽ തന്നെ കുഴിച്ചിട്ട നിലയിലാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. രാഖി. ശരി ശിവദാസ്, പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഒടുവിൽ 39 ലക്ഷം രൂപ കണ്ടെത്തിയിരിക്കുന്നു. കുഴിച്ചിട്ട നിലയിലായിരുന്നു 39 ലക്ഷം രൂപ. ആ പണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശിവദാസ് കന്മനമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.